നെടുങ്ങാട് സെന്റ് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നായരമ്പലം സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി. നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത്. പക്ഷേ എന്തോ അച്ഛൻ പറഞ്ഞ പോലെ ഹോമിയോ നമ്മുടെ ഈ 3 സിസ്റ്റമാണ്: അലോപ്പതി, ആയുർവേദം, ഹോമിയോ. ഇതിൽ ഏറ്റവും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു നമ്മുടെ മരുന്നാണ് ഹോമിയോ. അപ്പോൾ അത് പലവരും ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ 5 വർഷമായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും പലവരും ഈ സംവിധാനം. ഇപ്പോൾ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ വീടുകളിലേക്ക് ഇറങ്ങാൻ പോകണമെന്നാണ്. ഏതാണ്ട് ഒപ്പിയിൽ 10-30 പേരൊക്കെ ഉള്ളൂ. നെടുങ്ങാട് സെന്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി ഫാദർ ബാജിയോ കല്ലുക്കാടൻ അധ്യക്ഷനായി. 5 വർഷമായിട്ട് ഞാൻ പല രീതിയിൽ ഹോമിയോ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ വർഷം തന്നെ എൻ്റെ ശബ്ദം എപ്പോഴും പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ശബ്ദം ഒരു 1-2 കുർബാന കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ശബ്ദം പോകും. അപ്പോൾ അന്ന് ഞാൻ ഹോമിയോ മരുന്നാണ് തൊണ്ടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്. പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതിനുശേഷം ഞാൻ എടപ്പള്ളി പള്ളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ MH ഹോസ്പിറ്റലിൻ്റെ ബോർഡ് മെമ്പർ ആയിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഡോക്ടറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് എനിക്ക് അല്പം പ്രഷർ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാനായിട്ടുള്ള ചിന്തയിൽ തന്നെ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട, അത് കഴിച്ചാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഹോമിയോയായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു ഹോമിയോ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോമിയോ മരുന്ന് കഴിച്ചു തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രഷറിലാണെങ്കിലും ഭയങ്കരമായിട്ട് വ്യത്യാസം കണ്ടു. ഏകദേശം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഈ പള്ളിയിൽ ചാർജ് എടുക്കുന്ന ആ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ പ്രഷർ ഏകദേശം മാറിയൊരവസ്ഥയായിരുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിമോൾ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്ക്രീനിങ് ക്യാമ്പ് പോലെ നമ്മളത് തുറന്നുകൊണ്ട് മാസത്തിലൊരിക്കലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്നിപ്പോൾ ഞങ്ങളുടെ ഏപ്രിൽ 10 എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമുവൽ ഹനീഫനാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ്. അപ്പോൾ പുള്ളിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വാരാചരണം കൂടിയിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ ജനപ്രതിനിധികളായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഷുഗറിന് മരുന്നുണ്ടോ, പ്രഷറിന് മരുന്നുണ്ടോ, അതുപോലെ ക്യാൻസറിന് മരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ കൂടുതൽ ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാദേശിക തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ മേവിസ് ബിബിൻ, വിൽസൺ ഇപ്പോൾ സൊസൈറ്റി പ്രസിഡന്റ് പോൾ ചെറിയാൻ, വൈസ് പ്രസിഡന്റ് ഡേവിസ് അറക്കൽ, സെക്രട്ടറി പോളി ആക്കനത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്നും എല്ലാ മാസത്തിലും ക്യാമ്പ് നടത്തുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും മരുന്നുകളും വിതരണം ചെയ്തു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.